ഇത് ഒരു പക്ഷിയുടെ കഥയല്ല. ഇത് വിത്തുകളെ ചുമന്ന് കാടിന് ജന്മം നൽകുന്ന ഒരു യാത്രയുടെ കഥയാണ്. ഒരു ചുണ്ടിൽ പിടിച്ച ഒരു കായ് നൂറുകണക്കിന് മരങ്ങളായി മാറുന്ന ഒരു അത്ഭുതത്തിൻ്റെ കഥ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേവലം ഒരു പക്ഷിയല്ല, മറിച്ച് ഈ കാടിൻ്റെ ജീവനെയാണ്. അവൻ്റെ പേരാണ് മലമുഴക്കി വേഴാമ്പൽ. അവൻ വരുമ്പോഴേ കാട് മുഴുവനും നോക്കിത്തിരിയും. ആ വലിയ ശരീരവും ആ വലിയ മഞ്ഞ കൊക്കും അതിൻ്റെ മുകളിൽ കിരീടം പോലൊരു കൊമ്പുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങളവനെ കാടിൻ്റെ രാജാവെന്ന് വിളിക്കുന്നത്. മലമുഴക്കി ഏതൊരു കാട്ടിലും കയറില്ല. വളരെ പഴക്കമുള്ളതും വലിയതുമായ വനങ്ങളിൽ മാത്രമേ അവൻ താമസിക്കുകയുള്ളൂ. ഇത് നമ്മളോട് പറയുന്നൊരു സത്യം, ഒരു കാട് ജീവിക്കുകയാണോ എന്നറിയണമെങ്കിൽ അവിടെ മലമുഴക്കി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അവൻ്റെ ജീവിതം മരങ്ങളോട് ചേർന്നാണ്. വലിയ പൊക്കമുള്ള മരത്തിലെ ഒരു പൊക്കക്കുഴിയിലാണ് അവൻ്റെ കുടുംബജീവിതം. ഇവിടെയാണ് ഒരു അത്ഭുതം തുടങ്ങുന്നത്. പെൺപക്ഷി മുട്ട വെച്ചാൽ അവൾ സ്വയം കൂട്ടിനകത്ത് മൂടി അടച്ചിരിക്കും. പുറത്തേക്ക് വരില്ല, പറക്കില്ല, ആഹാരം തേടില്ല. ആൺവേഴാമ്പൽ പുറത്തെ ലോകത്ത് ഒറ്റയ്ക്കാണ്. അവൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്, സംരക്ഷണം നൽകുന്നത് എല്ലാം അവനാണ്. അവൻ അവൾക്ക് ആഹാരം നൽകും. കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങുന്നതുവരെ അവൻ കാവലിരിക്കും. ഇതാണ് മലമുഴക്കിയുടെ വിശ്വാസം. ഇതാണ് ഇവൻ്റെ ജീവിത രീതി. മലമുഴക്കി ജീവിതത്തിൽ ഒരിണയെ മാത്രം സ്വീകരിക്കുന്ന പക്ഷിയാണ്. ജീവനോളം ഒരുമിച്ച്. വേട്ടക്കാർ വന്നാലും ചുഴലിക്കാറ്റ് വന്നാലും മഴ വന്നാലും അവൻ അവൾക്കൊപ്പം തന്നെയായിരിക്കും. അവിടെ വാക്കുകളില്ല, ശബ്ദമില്ല, എന്നാലും അതൊരാഴമുള്ള സ്നേഹമാണ്. കാട്ടിലെ ഏറ്റവും നിശബ്ദമായ പ്രണയം മലമുഴക്കിയുടേതാണ്. ഇനി മലമുഴക്കിയുടെ ഏറ്റവും വലിയ ജോലി പറയാം. അവൻ പഴങ്ങൾ തിന്നും, പിന്നെ അവയുടെ വിത്തുകൾ കാട് മുഴുവൻ വിതറും. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത് കാടിൻ്റെ കർഷകൻ. അവനില്ലെങ്കിൽ വലിയ മരങ്ങൾ വളരില്ല, പുതിയ കാട് പിറക്കില്ല, പഴയ കാട് മരിക്കും. ഈ കാട് ഒരു കാഴ്ചയല്ല, ഇത് ശ്വാസമെടുക്കുന്ന ഒരു ജീവിയാണ്. മലമുഴക്കി ഈ കാടിൻ്റെ ഹൃദയമിടിപ്പാണ്. ഒരു മലമുഴക്കി മരിച്ചാൽ നാളെ ഒരു കാട് മരിക്കുകയാണ്. വേഴാമ്പലിനെ സംരക്ഷിച്ചാൽ കാട് രക്ഷപ്പെടും. കാട് രക്ഷപ്പെട്ടാൽ നമ്മളും രക്ഷപ്പെടും. അത് ഒരു പക്ഷിയുടെ ശബ്ദമല്ല, കാടിൻ്റെ വിളിയാണ്.